ആർക്കും അങ്ങനെ അറിയാൻ പറ്റില്ല ഇങ്ങനെ ഒരു കോട്ടിയാട് ഇവിടെ ഒളിഞ്ഞിരിക്കേണ്ടെന്ന്. അതും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോട്ടിയാടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അയ്യോ, വലിയൊരു വാക്കിംഗ് വാർഡ്രോബാണ്. സാധാരണ ഇത്രയും വീതി ഉണ്ടാവാറില്ല. ഇത് തന്നെ ഒരു ബെഡ്റൂമിന്റെ വലുപ്പത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണിൽ നിന്നാൽ നേരെ കാണുന്നത് ഫ്രണ്ട് എലിവേഷൻ ആണ്. അതെ അതെ. അപ്പോൾ പുറത്തുനിന്ന് ആര് വന്നാലും നമുക്ക് അവിടെ നിന്ന് കാണാം. നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ആയാലും കസ്റ്റം ചെയ്തെടുക്കാവുന്ന രൂപത്തിൽ ഈ ഒരു വീടിന്റെ ഒരു ഫീൽ കണ്ടാൽ മനസ്സിലാവും ഇന്റീരിയർ എങ്ങനെ കസ്റ്റം ചെയ്തെടുക്കാന്നുള്ളത്. തീർച്ചയായിട്ടും അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ, താങ്ക് യു. 1000+ ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട് ഈയിടെ. 1000-ലധികം കസ്റ്റമേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും. ഈ വാതിൽ തുറന്ന് നിങ്ങൾ ചെല്ലുന്നിടം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. സോഷ്യൽ മീഡിയയിലെ ക്യാപ്ഷൻസ് ഒക്കെ കണ്ടിട്ടില്ലേ? സെയിം ടിപ്പിക്കലായിട്ട് തന്നെ എല്ലാ വീട്ടിലും ഒരേ ഇന്റീരിയർ, അതെല്ലാവർക്കും ഒരു മടുപ്പാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് 100% കസ്റ്റമൈസേഷൻ ചെയ്ത് അവർ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള കളർ കോമ്പിനേഷൻ, കളർ തീം എല്ലാം കൊണ്ടുവന്ന് ആ ഒരു ഡ്രീമിനെ സക്സസ്ഫുൾ ആക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂരാണ്. വളരെ വിശാലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ്. നല്ല ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീട്. S2R ഇന്റീരിയേഴ്സ്, അതിൻ്റെ 2 സാരഥികൾ നമ്മുടെ കൂടെ ഉണ്ട്. റിയാസ് ബ്രോ. യെസ് ബോസ്. ഷഫീർ ബ്രോ. എത്ര വർഷമായി നിങ്ങൾ ഫീൽഡിൽ? ഞങ്ങൾ ഫീൽഡിൽ ഒരു 10 years ആയി. ഒരു 10 കഴിഞ്ഞു. അതെ. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. തീർച്ചയായും. ഇതിപ്പോൾ റീസെൻ്റ്ലി പണി കഴിഞ്ഞിട്ടുള്ള വീടാണ്. അതെ അതെ. ഓക്കെ. അപ്പം നമ്മൾ ഇന്റീരിയർ ആണ് മെയിനായിട്ട് ചെയ്യുന്നത് അല്ലേ? അതെ, ഇന്റീരിയർ ഡിസൈനിങ്. യെസ്. അപ്പോൾ നമുക്ക് എക്സ്റ്റീരിയർ ഒന്ന് കാണാം. വലിയൊരു എക്സ്റ്റീരിയർ, അല്ലെങ്കിൽ ഇതിൻ്റെ എലവേഷനൊക്കെ ആണെങ്കിലും ഒരു സ്ലോ പ്രൂഫിംഗ് ലെവലിൽ വന്നിട്ടുള്ള ഒരു എലവേഷനാണ് കാണാനുള്ളത്. ലാൻഡ്സ്കേപ്പിംഗ് ആണെങ്കിലും പല രീതിയിൽ പല ഡയമെൻഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ പൂൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഗ്രീൻ എലമെന്റ്സ് ഒരുപാട് കടന്നു വന്നിട്ടുണ്ട്. ഒരു കോട്ടയാട് ആ പോർച്ചിനോട് ചേർന്ന് വന്നിരിക്കുന്നു അല്ലേ? അങ്ങനെ മൊത്തത്തിൽ നല്ല കാണാൻ നല്ല രസമുള്ള കളർഫുൾ ആയിട്ടുണ്ട്, ചേലുള്ള വീട് അല്ലേ? അപ്പോൾ റിയാസ് ബ്രോ, നമുക്ക് പ്രേക്ഷകർക്കും ഈ വീട് മൊത്തം ഒന്ന് കാണണം. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ നടന്ന് കാണിക്കുമല്ലേ? ഷുവർ. കമോണേ പരിപാടി. അപ്പം അങ്ങോട്ട് ആദ്യം കയറാം. ഇത് വളരെ വിശാലമായൊരു സിറ്റ് ഔട്ടാണ്. കാർ പോർച്ചിനോട് ചേർന്നിട്ട് തന്നെ അതിൻ്റെ എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറച്ചധികം പ്ലാൻസ് ഉണ്ട് കേട്ടോ. പ്ലാൻസ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ലെവലിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളൊരു സുഹൃത്താണ് ഇതിന്റെ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. ഗ്രീൻ പ്ലാനറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേര്. ഓക്കെ. S2R എന്തൊക്കെയാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്? ഇന്റീരിയർ കംപ്ലീറ്റ് കംപ്ലീറ്റ് നമ്മൾ തന്നെ ചെയ്തിരിക്കുന്നത്. 5000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണിത്. 4 ബെഡ്റൂം ആണല്ലോ അല്ലേ? അതെ. 4 ബെഡ്റൂമുകൾ, 5000 സ്ക്വയർ ഫീറ്റ്. മാത്രമല്ല ഇത്രയും വലിയ വീടാണ്. ഈ സ്ലോ പ്രൂഫിംഗ് എല്ലാം കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് 2 സ്റ്റോറി വീടാണെന്ന്. പക്ഷേ അല്ല, ഒരു സിംഗിൾ സ്റ്റോറി വീടാണ്. അതെ. ആർക്കിടെക്ട് അത്രയും കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ചെയ്തൊരു പ്ലാനാണ്. അപ്പം 10 നല്ല ഹൈറ്റ് താഴെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? യെസ് യെസ്. വീട്ടുകാരുടെ പേരെന്താണ്? ആളുടെ പേര് വരുന്നത് നസീർ എന്നാണ്. ആള് ദുബായിലാണ്, ബിസിനസ്മാൻ ആണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്കാണ് കയറാം. തീർച്ചയായിട്ടും. ഒരു ഫയർ സ്പേസ് ആണ്. ഇവിടെ നിന്നാണ് പല ഭാഗങ്ങളേക്ക് തിരിഞ്ഞ് നമ്മൾ പോകുന്നത്. റൈറ്റിലെ നമ്മുടെ മെയിൻ ലിവിംഗ് സ്പേസ്, ഫോർമൽ ലിവിംഗ് ആണ്. ഒരു സ്ലൈഡിംഗ് ഗ്ലാസ് പാർട്ടീഷൻ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലൈഡിംഗ് ആണ്. അതെ അതെ. ഇപ്പോൾ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. അതെ. അപ്പോൾ വിസിബിലിറ്റി കിട്ടുകയും ചെയ്യും. ഗ്ലാസ് ഒരു എലമെന്റ് ആയിട്ട് പലയിടത്തും വന്നിട്ടുണ്ട്. AC കട്ട് ഓഫ് ആവാതിരിക്കാനും നമുക്കിത് യൂസ്ഫുൾ ആവും ഈ ഒരു ഗ്ലാസ് പാർട്ടീഷൻ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു വുഡ് എലമെന്റിന്റെ ഒരു മണ്ണുണ്ടല്ലോ, ഒരു ഗന്ധം. മുകളിൽ നമ്മൾ സീലിംഗ് കാണുന്നത് ടീക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇത് നാച്ചുറൽ ടീക്ക് ആണ് ഇതിന്റെ ഫുൾ സീലിംഗ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. സെൻട്രലൈസ്ഡ് ആണ്. AC എല്ലാം സെൻട്രലൈസ്ഡ് ആണ്. പിന്നെ ആർക്കിടെക്ചർ ലൈറ്റ് മാക്സിമം ഈ റൂമിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ. നമ്മൾ ലൈറ്റിംഗ് ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റിംഗ് നമ്മൾ കൺസൾട്ടന്റ് ഉണ്ട്. ആള് ത്രൂ ആണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അല്ലേ? നമ്മൾ ഇതിന്റെ ഡിസൈനിങ് എല്ലാം ചെയ്തു. ആർക്കിടെക്ട് ഉണ്ടായിരുന്നു, ആളുടെ സപ്പോർട്ടോടുകൂടി തന്നെ എല്ലാ ഡിസൈനിങ്ങും ചെയ്തു. എക്സിക്യൂഷൻ, കംപ്ലീഷൻ എല്ലാം ചെയ്തു കൊടുത്തു. ഞാൻ നോക്കിയപ്പോൾ കണ്ടൊരു കാര്യം, ഒന്നും നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടല്ല ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ലിവിംഗ് സ്പേസിൽ തന്നെ എന്തൊക്കെ എലമെന്റ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. അവിടെ ഒരു ഷെൽഫ് വന്നിട്ടുണ്ട്. ഇത്രയും വലിയ വിശാലമായിട്ടുള്ള ഒരു വലിയൊരു നമ്പർ ഓഫ് ആളുകൾ വന്നാലും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 വ്യൂ ഉണ്ട് ഇതിന്. ഒന്ന് ഈ ഒരു റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് കോട്ടിയാടിലോട്ട് ഡയറക്റ്റ് വ്യൂ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോയറിന്റെ വ്യൂ ഉണ്ട്.
കാരണം ഇതൊരു പ്രൈവറ്റ് ആയിട്ട്, കാരണം ഒരു പുറത്തുനിന്ന് ഒരു ഗസ്റ്റ് വന്നാലും വീടിൻ്റെ അകത്തേക്ക് പോവാത്ത രൂപത്തിൽ പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്പേസ് ആണത്. നല്ല പ്രൈവസി ഈ ഒരു റൂമിലുണ്ട്. ഉണ്ട് തീർച്ചയായിട്ടും. മാത്രമല്ല അതേസമയം ഇഷ്ടംപോലെ വെന്റിലേഷനും ഉണ്ട്. അതെ അതെ, വെളിച്ചവും കാറ്റും. വെളിച്ചം കണ്ടോ, 1 2 3 4 വിൻഡോസ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. കോട്ടിയാടിന്റെ വിൻഡോ. തീരെ വെളിച്ചം കട്ടാവാതിരിക്കാൻ വേണ്ടി ഷെയർ കട്ട് മാത്രം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ ഈ റൂമിൽ. ഇപ്പൊ ഫ്ലോറിംഗ് നോക്കുകയാണെങ്കിൽ ആ വുഡൻ ആ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെ അതെ. ഇത് പാറയാണോ മരമാണോ? റെഡി കസ്റ്റമൈസ്ഡ് ഫർണിച്ചർ ആണത്. രസമുണ്ടല്ലോ, വുഡ് തന്നെയാണ്, കാണാൻ ഭംഗിയുണ്ട്. അതെ അതെ. അതെല്ലാം കസ്റ്റമൈസ്ഡ് ഫർണിച്ചർ ആണ് ഇപ്പോൾ ഈ റൂമിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ആ ഒരു ഏരിയയിൽ വിനിയർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കൂടുതലും. ഓക്കെ. ഷോക്കേസിൽ ആ ഒരു വുഡ് ഫിനിഷ് കിട്ടാനായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആ രീതിയിൽ. ഈ ഒരു റൂമാണ് ഈ ഒരു വീട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു റൂമിൽ നാച്ചുറാലിറ്റി ഒട്ടും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സീലിംഗ് കംപ്ലീറ്റ് സോളിഡ് ആയിട്ടുള്ള ടീക്വുഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ 3rd ഫേസിലേക്ക്, അതായത് ഫസ്റ്റ് നമ്മൾ സിറ്റ് ഔട്ട്, സെക്കൻഡ് ലിവിങ്, 3rd ഫേസ് ആയിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ഡൈനിങ് സ്പേസും അതാ അവിടേക്കാണ് കിച്ചൺ വരുന്നത്. ആ ഫ്രണ്ടിലേക്ക് മാറി. അപ്പോൾ അത്രയും പ്രാധാന്യം കിച്ചൺ അവിടെ കൊടുത്തു. ഈ ഒരു വീടിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രത്യേകതയാണത്. കാരണം ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഓപ്പൺ കിച്ചണിൽ നിന്നാൽ നേരെ കാണുന്നത് ഫ്രണ്ട് എലിവേഷനാണ്. അതെ അതെ. അപ്പോൾ പുറത്തുനിന്ന് ആര് വന്നാലും നമുക്ക് അവിടെ നിന്ന് കാണാം. ഇത് ഈ വാളിൽ നല്ലൊരു ക്ലാഡിംഗ് ആണ്, ടൈലാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലാഡിംഗ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് എല്ലാം ജിപ്സം തന്നെ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ എ സി ആണ്, കോമൺ ആയിട്ടെല്ലാം സെൻട്രൽ എ സി ആണ്. വീട് മൊത്തം സെൻട്രൽ എ സി ആണ് ചെയ്തിരിക്കുന്നത്. അതെ അതെ. ഓക്കെ. ടേബിള് വലിയൊരു ടേബിളാണ്. വുഡ് ഇമ്പോർട്ടഡ് വുഡ് ആണത്. ഇത് ആഷ് വുഡ് ആണ്, ചെയറെല്ലാം ആഷ് വുഡ് ആണ്. ഇത് ഇമ്പോർട്ടഡ് ടീക്ക് വുഡ് ആണ്. ഇതിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു കോമൺ വാഷ് ഏരിയ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. 2 പേർക്ക് കഴുകാൻ പറ്റുന്ന, അതെ, ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വലിയ മിററൊക്കെ ആയിട്ട്. അത് താഴെ ചെറിയ സ്റ്റോറേജ് ആണോ ചെയ്തിരിക്കുന്നത്? ഇല്ല, അത് ജസ്റ്റ് ഓപ്പൺ ഷെൽഫ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ടവൽസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്പൺ ഷെൽഫ്. കിച്ചണിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതിഭീകരമായിട്ടുള്ള പ്രാധാന്യം അങ്ങനെ വേണം പറയാനുണ്ട്. കാരണം ഇവിടെ അത്ര ഓപ്പൺ കിച്ചൺ എന്ന രീതിയിൽ പറയാം. കറക്റ്റ് നമ്മുടെ ഡൈനിങ് സ്പേസിന് അഭിമുഖമായിട്ട് കിട്ടുന്ന രീതിയിൽ. എന്നാൽ കയറി വരുന്ന ആളുകൾക്ക് ഒരിക്കലും പെട്ടെന്ന് അതിനെ പിടികൊടുക്കാത്ത രീതിയിലുള്ള ഒരു കൺജസ്റ്റഡ് തോന്നാത്ത രൂപത്തിലാണ് ഈ ഒരു ഓപ്പൺ കിച്ചൺ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ. അതെ, ടോട്ടലി ഒരു വൈറ്റ് ആൻഡ് വുഡൻ തീമിലാണ് നമ്മൾ ഈ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കൗണ്ടർ ടോപ്പ് വേറെ പ്രത്യേകത സോളിഡ് വുഡ് ആണ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കൗണ്ടർ ടോപ്പിന് യൂസ് ചെയ്യുക കോട്സ്, കൊറിയൻ ടോപ്പ് അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണല്ലോ. ഇത് അധികം റഫ് യൂസ് വരാത്തൊരു കിച്ചൺ കാരണം കൊണ്ട് നമ്മൾ 100% സോളിഡ് വുഡ് തന്നെ യൂസ് ചെയ്തു. റഫ് യൂസ് ചെയ്യണ കിച്ചണിൽ ഇത് പ്രാക്ടിക്കലി നടക്കില്ല. മാത്രം ഇതാണ് നമ്മൾ പറഞ്ഞ പുറത്തേക്ക് കാണുന്ന ആ ഒരു ഭാഗം. ഈ കിച്ചൺ നമുക്ക് പുറത്തേക്ക് കാണാം, വീടിന്റെ ഉള്ളിലേക്ക്. കിച്ചണാണ് ഈ വീടിന്റെ. അതെ, ഈ കിച്ചന്റെ പ്രത്യേകത അത്രയും ലൈറ്റിംഗ് കിച്ചണിലേക്ക് ഉണ്ട്. സാധാരണ വീടുകളിലൊന്നും ഇത്രയും ലൈറ്റിംഗ് ഉണ്ടാവില്ല. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിന്റെ വിശാലമായ ഫാമിലി ലിവിങ്ങിലേക്കാണ്. അതെ അതെ. ശരിക്കും മറ്റേ ഫോർമൽ ലിവിംഗ് പോലെ തന്നെ അത്രയും തന്നെ വിശാലമായിട്ട് തന്നെയാണ് ഇത്. കുറച്ചുകൂടി സൈസ് ഉണ്ട്, കൂടുതലുണ്ടല്ലേ. ഫാമിലി ലിവിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, അത്രയും ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും കൂടി വല്ലപ്പോഴും വരുന്നോണ്ട് എല്ലാവരും കൂടെ വരാൻ സാധ്യത. സീറ്റിംഗ് കപ്പാസിറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മജിലിസിന്റെ ഒരു പാറ്റേണിലുള്ള ടൈപ്പ് ഒരു സോഫ സീറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വലിയൊരു ടിവി സ്പേസ് ഇവിടാണ് 100 ഇഞ്ച് TV ആണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം PU ഫിനിഷ് ആണ് ഇതിന്റെ യൂണിറ്റ് എല്ലാം വന്നിട്ടുള്ളത്. സീലിംഗിൽ അത്യാവശ്യം ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല വലിയൊരു ഏരിയ തന്നെ. ഇവിടെ ഒരു 50 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. കാരണം ഫാമിലി മെമ്പേഴ്സ് ഒക്കെ പറയാൻ പറ്റില്ലല്ലോ, ഒത്തിരി മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ അവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ കൂടുതലും ലേഡീസ് ഒക്കെ ആകുമ്പോൾ ഫാമിലി സീറ്റിംഗിലായിരിക്കും എല്ലാവരും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ, ഈ ഒരു ഏരിയയോട് ചേർന്ന് തന്നെ മറ്റൊരു കോർട്ട്യാർഡ് സ്പേസ് ഉണ്ട് അല്ലേ? അത് ഈ വീട്ടില് ആർക്കും അങ്ങനെ അറിയാൻ പറ്റില്ല ഇങ്ങനെ ഒരു കോർട്ട്യാർഡ് ഇവിടെ ഒളിഞ്ഞിരിക്കേണ്ടെന്ന്. അതും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോർട്ട്യാർഡാണ്. കാണിച്ചെടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഈ വാതിൽ തുറന്ന് നിങ്ങൾ ചെല്ലുന്നിടം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. സോഷ്യൽ മീഡിയയിലെ ക്യാപ്ഷൻസ് ഒക്കെ കണ്ടിട്ടില്ലേ? അതുപോലൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ? വരുന്നവർക്ക് ഒരു ഗ്രീൻ എലമെന്റും ഒരു പീസ്ഫുള്ളി ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും നന്നായിട്ട് ഇവിടെ ഒരു കോർട്ട്യാർഡായിട്ട് സ്പേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നാച്ചുറൽ സ്റ്റോൺ ആണ് ഒരു 4 സൈഡ് വാൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതെ, നമ്മുടെ
ഇത് അത് തന്നെ ഇത് ശരിക്കും ചെങ്കല്ലെന്ന് പറയുമല്ലോ, ചെങ്കല്ല് തന്നെ ഇതാക്കിയതാണോ അതോ അത് ക്ലാഡിംഗ് ആണോ? ചെങ്കല്ലിന്റെ കട്ട് പീസ് ആയിട്ട് ഇത് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അതിന്റെ മേലെ ഇത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം പോളിഷ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിൽ ആക്കി എടുത്തേക്കുന്നത്. മോർണിംഗ് ഒക്കെ ഒരു കോഫി കുടിക്കാൻ പറ്റിയ ഏരിയ, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റിയ ഏരിയ, വായിക്കുന്ന ശീലമുണ്ടെങ്കിൽ. അതെ, ഇഷ്ടയ്ക്ക് മാത്രം. ഇത് ശരിക്കും മഴവെള്ളമൊന്നും ഇങ്ങോട്ട് വരില്ല, ഇല്ല, ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആയിട്ട് തന്നെയുള്ള ഒരു ഏരിയ ആണ്. ഈ വീടിന്റെ ഒറ്റ നിലയിലായിട്ട് തന്നെ 4 ബെഡ്റൂമാണ് നിങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അല്ലേ? അതിനകത്ത് ഫസ്റ്റ് ബെഡ്റൂം ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഒരു രസമുള്ള ബെഡ്റൂം, ഒരു കൊളോണിയൽ സ്റ്റൈൽ ആയിട്ടുള്ള ബെഡ്റൂമാണ്. അതെ, ഒരു പേസ്റ്റൽ കളേഴ്സ് ഒക്കെ വന്നിട്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് കർട്ടൻ മാത്രം ചെയ്തിട്ടുള്ളൂ. സിമ്പിൾ ആയിട്ട് ഇന്റീരിയർ ചെയ്തിട്ട് ഒരു റൂമിനെ ഭംഗിയാക്കാൻ പറ്റും എന്നുള്ളതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇതിൽ. ഇത് ശരിക്കും ബാത്റൂമിന്റെ ഒരു സ്ലൈഡിങ് സിസ്റ്റം ആണ്. അത് ഇത് ടോയ്ലറ്റ് ഏരിയ, അതുപോലെ തന്നെ വാർഡ്രോബ് എല്ലാം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്താണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും വലിയൊരു വാക്ക് ഇൻ വാർഡ്രോബ് സിസ്റ്റം ആണ്. അതെ. ഇത് ടോയ്ലറ്റ് ആണ്. ഇത് ടോയ്ലറ്റ്. ഇവിടെയാണ് ബാത്ത് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഗ്ലാസ് സ്ലൈഡിംഗ് ഡോർ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ നമ്മളിങ്ങനെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ അല്ലേ? മിക്ക ബാത്റൂമുകളിൽ അങ്ങനെയല്ലേ കാണുന്നത്. ഇത് സെപ്പറേറ്റ് ഒരു ക്ലോസ്ഡ് ടോയ്ലറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ബാത്ത് ഏരിയ സെപ്പറേറ്റ് ആയിട്ട്, ബാത്ത് ഏരിയ സെപ്പറേറ്റ് ആയിട്ട്. നമ്മുടെ ഫാമിലി ലിവിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. കുറച്ചുകൂടെ ഒരു എസ്തെറ്റിക് പാർട്ട് കുറേ കൂടെ ഉയർന്നു നിൽക്കുന്ന ഒരു ബെഡ്റൂമാണുള്ളത്. കുറേ കൂടെ തന്നെ എല്ലാം കുറച്ചൊരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു ക്രീമി ടച്ചുള്ള ഒരു ബെഡ്റൂമാണ്. ഇഷ്ടം തോന്നുന്ന ഒരു ബെഡ്റൂം അല്ലേ? മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വാള് കംപ്ലീറ്റ് നല്ലൊരു ടെക്സ്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെ, ഒരു അൺഫിനിഷ്ഡ് ഫീൽ തോന്നിക്കുന്ന ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ക്ലൈങ് ആയിട്ടുള്ള ടെക്സ്ചറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സീലിംഗിലായാലും ഒരു നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ടീക്കിന്റെ സോളിഡ് വുഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പഴയ മച്ച് ഫീല്, പഴയ 4 കെട്ടിലൊക്കെ കാണുന്ന കൂട്ടൊരു ഫീൽ അല്ലേ? കഴുക്കോല് പട്ടിക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. പിന്നെ അതുപോലെ തന്നെ ആ സെക്ഷനിലായിട്ട് നമ്മളൊരു നല്ലൊരു ക്രെഡൻസ ബേ വിൻഡോ, റീഡിങ്ങിനായാലും എന്തെങ്കിലും ഇരുന്ന് കഥ വായിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ. അപ്പോൾ കറക്റ്റാണ്, ഒരു ക്രിയേറ്റീവ് സ്പേസ് ആണ്. അതെ, ഒരു എസ്തെറ്റിക്കലിൽ ആ ഒരു ആംബിയൻസ് നന്നായിട്ട് വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് ആണ്. പൈൻ വുഡിലാണ് ഇത് കട്ടിലെല്ലാം ഫർണിഷ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇമ്പോർട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാത്തിന്റെയും വാർഡ്രോബ് സെക്ഷൻ നല്ലൊരു പ്രൈവറ്റ് സ്പേസിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അയ്യോ, ഇതൊരു ഒന്നൊന്നര ഏരിയ ആണ് കേട്ടോ. വലിയൊരു വാക്കിംഗ് വാർഡ്രോബാണ്. സാധാരണ ഇത്രയും വീതി ഉണ്ടാവാറില്ല. ഇത് തന്നെ ഒരു ബെഡ്റൂമിന്റെ വലുപ്പത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ടോയ്ലറ്റും ഓപ്പൺ ടോയ്ലറ്റും എല്ലാം ഒന്നിച്ചാണ് ഈ ഒരു സ്പേസിൽ വന്നത്. എല്ലാ ഈ ഒരു സ്പേസിൽ വന്നിരിക്കുക. ഒരു കൺജസ്റ്റഡ് ഒട്ടും ബെഡ്റൂമിൽ നമുക്ക് ഫീൽ ചെയ്യൂല. എവിടെ കൺജഷൻ? ഞാനത് എല്ലായിടത്തും വിശാലമായ സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം സ്ലൈഡിംഗ് ഡോർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ സ്പേസ് നമുക്ക് കുറെ ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ആയാലും കസ്റ്റം ചെയ്തെടുക്കാവുന്ന രൂപത്തിൽ ഈ ഒരു വീടിന്റെ ഒരു ഫീൽ കണ്ടാൽ മനസ്സിലാവും ഇന്റീരിയർ എങ്ങനെ കസ്റ്റം ചെയ്തെടുക്കാന്നുള്ളത്. തീർച്ചയായിട്ടും അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ, താങ്ക് യു. ഈ വീട്ടിലെ മറ്റൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമുകൾക്ക് കൊളോണിയൽ ടച്ച് കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ. അപ്പോൾ ഫർണിച്ചറൊക്കെ ആയാലും ആ ഒരു ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. കൊളോണിയൽ ടൈപ്പ് തന്നെയാണ്. ഫുള്ളി PU ചെയ്തിട്ടുള്ള ഫർണിച്ചറാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. കസ്റ്റമറുടെ മെയിൻ കൺസേൺ ആയിരുന്നു ഫുള്ളി വൈറ്റ് ആയിട്ടുള്ള തീമാണ് ഇതിന് വേണ്ടത്. അപ്പം ടീം S2 എവിടേക്കാണ് നമ്മുടെ ഓഫീസ് വരുന്നത്? ഇപ്പോൾ നിലവിലുള്ളത് തൃശ്ശൂരും എറണാകുളത്താണ്. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത്, അത് ഓൺഗോയിങ്ങിലാണ്. ഉടനടി വരും. അതെ. നമുക്കിപ്പോൾ നിലവിൽ ഓൾ കേരള സർവീസ് ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അതർ സ്റ്റേറ്റും 2-3 പ്രൊജക്ട് ചെയ്ത് വരുന്നു. S2 പാൻ ഇന്ത്യൻ കമ്പനി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. ഓക്കെ. അപ്പോൾ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓൾ കേരള അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നിങ്ങൾ വർക്ക്? തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു 100% കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഓവറായിട്ട് ഒരുപാട് പ്രൊജക്റ്റ് എടുത്ത് ചെയ്യാന്നുള്ളതല്ല. കസ്റ്റമർ ആഗ്രഹിച്ച രൂപത്തിലുള്ള പ്രൊജക്റ്റ് അവർ എന്താ പറയുക, അവരുടെ ഡ്രീമാണല്ലോ ഇൻറ്റീരിയർ എല്ലാവരുടെയും. അപ്പോൾ ആ ഒരു ഡ്രീമിലേക്ക് എത്തിക്കുക എന്നാണ് ഞങ്ങളെ വിഷനായിട്ടുള്ളത്. ഈ കോപ്പി പേസ്റ്റ് തന്നെ ഇങ്ങനെ കീപ്പ് ചെയ്ത് വരുന്ന കമ്പനീസ് ഉണ്ട്. അത് നമുക്ക് തീരെ താല്പര്യമില്ലാത്ത ഘടകമാണ്. കാരണം സെയിം ടിപ്പിക്കലായിട്ട് തന്നെ എല്ലാ വീട്ടിലും ഒരേ ഇൻറ്റീരിയർ, അതെല്ലാവർക്കും ഒരു മടുപ്പാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 100% കസ്റ്റമൈസേഷൻ ചെയ്ത്
അവർ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള കളർ കോമ്പിനേഷൻ, കളർ തീം എല്ലാം കൊണ്ടുവന്ന് ആ ഒരു ഡ്രീമിനെ സക്സസ്ഫുൾ ആക്കി കൊടുക്കുക. 2000+ ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട് ഈയിടെ ആയിട്ട്. 1000-ലധികം കസ്റ്റമേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും. അത് ചില്ലറ പരിപാടിയല്ല, വലിയ നമ്പറാണ്. അടിപൊളി, ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക. S2R Interiors നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അപ്പോൾ ടീം S2R ഒരു ബൈ പറഞ്ഞേരെ. ബൈ. ഓക്കെ, ബൈ.